കത്തും കാറ്റും പിന്നെ കൊട്ടാരക്കരയിലെ വേണമെങ്കിൽ പത്തനാപുരത്തെ ട്വിസ്റ്റും. ഗണേഷ് കുമാർ ജയിലിലേക്കോ എന്നാണ് ചോദ്യം. കേരള രാഷ്ട്രീയത്തിലെ നിത്യഹരിത മെഗാ സീരിയൽ ഏതാ? സോളാറാണ്. സോളാറിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ജനപ്രിയനായിരുന്ന ജനകീയനായിരുന്ന ഒരു സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനെ പീഡന വീരനാക്കി പെണ്ണുപിടിയനാക്കി ചിത്രീകരിച്ച് അവഹേളിച്ച ആ കഥ, നീറിയ കഥ. അത് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം അതിന്റെ സീഡി തേടി തമിഴ്നാട്ടിലേക്ക് പോയ കഥ. എന്തൊരു കഷ്ടമാണല്ലേ! ആ മനുഷ്യൻ നീറിയാണ് അവസാനം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് പൊറുക്കില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനകോടികൾ, ആ ജനകോടികൾക്ക് ഇപ്പോൾ ആശ്വാസ വാർത്ത വരാണ്. കാരണം അന്ന് ഈ കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചവർ ഓരോരുത്തരായി അഴിക്കുള്ളിലാകാൻ പോകുന്നു എന്നതാണ് കഥ. പുതിയ സീസണുമായി ചാനലുകൾ സജീവമാകുമ്പോൾ പതിവ് പോലെ കഥയിൽ വില്ലൻ വേഷങ്ങൾ ധാരാളമുണ്ട്. പുതിയ വില്ലന്മാരുണ്ട്. പഴയ വില്ലന്മാർ കൂടുതൽ ശക്തനായി അവതരിക്കുന്നുണ്ട്. കഥയിലെ നായകനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി പൂട്ടാൻ നോക്കിയവർക്കാണ് ഇപ്പൊ പൂട്ട് വീഴുന്നത് എന്ന് അത് കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങളും ആകുന്നുണ്ട്. ആ സന്തോഷം തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വില്ലനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമയിലും രാഷ്ട്രീയത്തിലുമൊക്കെ നായകനായിട്ടുള്ള സാക്ഷാൽ KB ഗണേഷ് കുമാർ. അദ്ദേഹം തന്നെയാണ് പ്രതിക്കൂട്ടിൽ ഇപ്പൊ നിൽക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ശരിയാണ് എന്നുണ്ടെങ്കിൽ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഗണേഷ് കുമാറിന് പത്തനാപുരത്തെ കൊട്ടാരം വിട്ട് പൂജപ്പുരയിലെ സെല്ലിലേക്ക് താമസം മാറേണ്ടി വരും. അവിടെ പൂട്ടി അവിടെ കിടക്കേണ്ടി വരും. നിലവിലുള്ള സാഹചര്യങ്ങൾ, പത്തനാപുരത്ത് നിന്ന് ജനങ്ങൾ ആട്ടി ഓടിച്ചു, അതുപോലെ വീട്ടിൽ നിന്ന് മാറി സെല്ലിൽ ശിഷ്ടകാലം കുറച്ചു കാലമെങ്കിലും സുഖവാസത്തിൽ കിടക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ചോദ്യം നമ്പർ 1, കത്തിലെ മാജിക്. ഉമ്മൻചാണ്ടിയുടെ പേര് എങ്ങോട്ട് പോയി? ഈ കേസിൽ തുടക്കം മുതലേ ഒരു കത്ത് വലിയ വില്ലനാണ്. ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ ആദ്യം ആരുടെയൊക്കെ പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരും തൃശൂർ SP-യുമായിട്ടുള്ള KA മുഹമ്മദ് നിസാർ കോടതിയിൽ നൽകിയ മൊഴി കേട്ട് രാഷ്ട്രീയ കേരളം മൂക്കത്ത് വിരൽ വെച്ച് പോയിരിക്കുകയാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് പുറത്തു വന്ന യഥാർത്ഥ കത്തിൽ ഉമ്മൻചാണ്ടിയുടെയോ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയോ ഒരാളുടെ പോലും പേര് ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ജയിലിലെ ആദ്യ കത്തിൽ ബിജു രാധാകൃഷ്ണനും ശാലു മേനോനും മാത്രമായിരുന്നു നായകനും നായികയുമെന്ന് വിവരം പറയുന്നു. എന്നാൽ പിന്നീട് ഈ കത്തിൽ ചില എഡിറ്റിങ്ങുകൾ നടന്നു. സിനിമയിൽ തിരക്കഥ തിരുത്തുന്നത് പോലെ ഗണേഷ് കുമാറും കേസിലെ പ്രതിയും ചേർന്ന് ക്രിമിനൽ ബുദ്ധിയോടെ ഉമ്മൻചാണ്ടിയുടെ പേര് വ്യാജമായി എഴുതി ചേർത്തതാണ് എന്ന വാദങ്ങൾക്ക് നിയമപരമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചേക്കുന്നത്. ഇത്ര നാളും വാദങ്ങളും കഥകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പലരും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് നിയമപരമായിട്ടുള്ള തെളിവ് ലഭിച്ചിരിക്കുന്നത്. കത്തിൽ ഇല്ലാത്ത പേര് കൂട്ടിച്ചേർക്കാൻ കാണിച്ച ഈ ക്രിയേറ്റിവിറ്റിക്ക് കോടതി നല്ല ഒരു അവാർഡ് തന്നെ കൊടുക്കും എന്നാണ് ഇപ്പം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തനാപുരത്തെ ഓഫീസിലെ മന്ത്രിപ്പണി ജനങ്ങളങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ കെണിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ രണ്ടാമത്തെ ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. KPCC അംഗമായിട്ടുള്ള CR നജീബിന്റെ മൊഴിയാണ് ഗണേഷ് കുമാറിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത്. 2015 മെയ് മാസത്തില് പത്തനാപുരത്തെ പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു രഹസ്യ ചർച്ച നടന്നത്രേ. അന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഗണേഷ് കുമാറിനെ എങ്ങനെയെങ്കിലും വീണ്ടും മന്ത്രിയാക്കണമെന്ന കടുത്ത ആഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി സോളാർ പീഡന കേസിൽ അദ്ദേഹത്തെ കൂടി പ്രതിയാക്കാൻ വേണ്ടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു എന്നാണ് നജീബിന്റെ വെളിപ്പെടുത്തൽ. തന്നെ മന്ത്രിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വലിയ കേസിൽ പെടുത്തുമെന്ന തരത്തിലുള്ള ഈ നീക്കം ശരിക്കും ഒരു സിനിമാ സ്റ്റൈൽ ബ്ലാക്ക് മെയിലിംഗ് തന്നെയല്ലേ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഒരു തെറ്റും പറയാക്കൂല. ജനങ്ങളിത് തിരിച്ചറിഞ്ഞു എന്നാ തോന്നുന്നേ. അതുകൊണ്ടാണ് കാലേക്കൂട്ടി തന്നെ അദ്ദേഹത്തെ മൂലക്കിരുത്തിയത്. അതുകൊണ്ട് തന്നെ ജയിലിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്നതാണ് വാർത്ത. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ജനപ്രിയ നേതാവിനെ കള്ളക്കഥകളിലൂടെ വേട്ടയാടിയവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടി ഇപ്പൊ കോടതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന അതാ. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും കല്ലും നെല്ലും തിരിച്ച് ആരൊക്കെയാണോ അതിനു വേണ്ടിയിട്ട് കെണിയൊരുക്കിയത് അവരൊക്കെ അകത്തു പോകണം എന്ന് തന്നെയാണ്. അന്ന് അധികാരത്തിന്റെ തണലിൽ ഒളിച്ചിരുന്നവർക്ക് ഇനി നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാൻ കഴിയില്ല എന്ന് ഈ 2 നിർണായക വെളിപ്പെടുത്തലുകൾ, തെളിവുകൾ കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുള്ള ആ മൊഴികൾ വ്യക്തമാക്കുന്നുണ്ട്. വിചാരണ പൂർത്തിയാക്കുന്നതോടെ ഗണേഷ് കുമാറിന് കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ചിലപ്പോ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കിടക്കേണ്ടി വരുമെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. കാരണം അതിനുള്ള തെളിവുകളും കാര്യങ്ങളും കോടതികൾ എത്തിക്കഴിഞ്ഞു. ഇനി ഒന്ന് തെളിഞ്ഞാൽ മതി, വിചാരണയിൽ ഒന്ന് തെളിഞ്ഞാൽ മാത്രം മതി. തിയേറ്ററുകളിൽ നിന്ന് കയ്യടി വാങ്ങിയ നടൻ ഇനി കോടതി മുറികളിലും ജയിൽ വാർഡന്മാരുടെ മുന്നിലുമൊക്കെ തന്റെ അഭിനയ മികവ് പുറത്തെടുക്കേണ്ടി വരുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വമ്പൻ ക്ലൈമാക്സ് രംഗങ്ങൾ ഈ രാഷ്ട്രീയ
ഈ നീതി നിയമ നടപടികളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഇത് കാലം കാത്തുവച്ച കാവ്യനീതി. ഒരു കാലത്ത് ഒരു സാത്വികനായ ഒരു മനുഷ്യനെ കുടുക്കിയിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് മന്ത്രി കസേരയ്ക്ക് വേണ്ടി കോപ്പ് കൂട്ടിയിട്ട് ഇതാരും അറിയില്ല എന്ന് കരുതി. കാരണം എപ്പോഴും അധികാരത്തിന്റെ അപ്പകഷ്ണത്തിൽ കടിച്ചുകൂട്ടി കിടക്കുമ്പോൾ മിനിമം ഒരു MLA എങ്കിലുമായി ഇരിക്കുന്നത് കൊണ്ട് അല്പസ്വല്പമൊക്കെ സ്വാധീനം എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു സാധാരണക്കാരനായി സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ടാതെ മൂലക്കിരിക്കുമ്പോൾ പഴയ കർമ്മങ്ങൾക്കൊക്കെ എണ്ണി കണക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ വരുന്നു എന്നത് കാലം കാത്തുവച്ച കാവ്യനീതി. Different angles. Don't forget to subscribe and support this channel.